Welcome. Greetings from Kindergarten at Bethesda in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, ദൈവം ഈ ഭൂമിയിൽ തൻ്റെ പദ്ധതി അഥവാ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമ്പോൾ തികച്ചും വ്യത്യസ്തവും വിപരീതവുമായ രണ്ട് വശങ്ങൾ, രണ്ട് തലങ്ങൾ തൻ്റെ വാഗ്ദത്തങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നതായി നാം കാണുന്നു. ഉദാഹരണമായി, ജഡീകൻ ആത്മീകൻ, പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ, ഒന്നാമത്തെ ആദം ഒടുക്കത്തെ ആദം, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് തുടങ്ങി പല പരാമർശങ്ങളിലൂടെയാണ് അത് പ്രകടമാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ആദം ഭൗതികനും ജഡീകനുമായിരുന്നു. The first Adam was material and carnal. എന്നാൽ ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തു ആത്മീകനും ദൈവികനുമായിരുന്നു. The second Adam, Jesus Christ, was spiritual and divine. പഴയ ഉടമ്പടി ഭൗതികവും താൽക്കാലികവുമായിരുന്നു. The old covenant was material and temporal. എന്നാൽ പുതിയ ഉടമ്പടി ആത്മീയവും നിലനിൽക്കുന്നതുമാണ്. The new covenant is spiritual and eternal. യഹോവയായ ദൈവം ആദിയിൽ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയതായി നമുക്കറിയാം. God made man mortal, physical and of the human kingdom. അതുകൊണ്ടാണ് മനുഷ്യനെ നാം മർത്യൻ എന്ന് വിളിക്കുന്നത്. അവൻ മരണത്തിന് അധീനനാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് ദൈവത്തിൽ നിന്ന് ജനിക്കാം, അമർത്യനാകാം, ആത്മീകനാകാം, ദൈവരാജ്യത്തിലാകാം. Through Christ, man may be begotten of God to become immortal, spiritual and of the kingdom of God. അതുകൊണ്ടാണ് നാം പറയുന്നത് യേശുക്രിസ്തു വന്നത് മാനവജാതിക്ക് രക്ഷ നൽകുവാനാണ്, അവർക്ക് നിത്യജീവൻ നൽകുവാനാണ് എന്ന്. മർത്യനായ മനുഷ്യവർഗം അല്ലെങ്കിൽ ആദം പാപത്തിൽ നിബന്ധിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയി. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ശരീരബദ്ധനായ മനുഷ്യൻ്റെ ആത്മരക്ഷ യേശുവിനെ സ്വീകരിച്ച് വിശ്വസിക്കുന്നതിലൂടെ നടന്നു കഴിഞ്ഞു. ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവന് ആത്മരക്ഷ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് നമ്മുടെ പുനരുത്ഥാനത്തിലാണ്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം 22ഉം 23ഉം വാക്യങ്ങളിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ എന്ന്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മരക്ഷ പ്രാപിച്ച നാം ഉള്ളിൽ ഞരക്കത്തോടെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ ആ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരക്കത്തോടെ കഴിച്ചുകൂട്ടുകയാണ്. ഈ കാര്യം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. അപ്പോഴാണ് മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുന്നത്. അന്ന് ജീവനോട് ശേഷിച്ചാണ് നാം ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് രൂപാന്തരം സംഭവിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിനും വീണ്ടെടുപ്പുണ്ടാകും. അത്രയും നാൾ നാം ഞരക്കത്തോടെയാണ് കഴിയുന്നത്. എന്നാണ് ഈ ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് എന്ന് ആവലോടെ കാത്തുകൊണ്ട് നാം ഇരിക്കുകയാണ്.
ഇനി നോക്കാം ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ 2 തലങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ഒന്ന് ഭൗതികവും ദേശീയവുമായിരുന്നു, പ്യുവർലി മെറ്റീരിയൽ ആൻഡ് നാഷണൽ. മറ്റേത് ആത്മീയവും വ്യക്തിപരവുമായിരുന്നു, പ്യുവർലി സ്പിരിച്വൽ ആൻഡ് ഇൻഡിവിജ്വൽ. കൽദയരുടെ നാടായ ഊരിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തങ്ങളിൽ 2 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രധാനമായും എ പ്രോമിസ് ഓഫ് റേസ് ആൻഡ് ദ സ്പിരിച്വൽ പ്രോമിസ് ഓഫ് ഗ്രേസ്. അതേതാണെന്ന് നോക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഇതിൽ ഒന്നാമത്തേത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നതാണ് പ്രോമിസ് ഓഫ് റേസ്. അടുത്തതാണ് ദ സ്പിരിച്വൽ പ്രോമിസ് ഓഫ് ഗ്രേസ്. അതായത് ഇൻ യുവർ സീഡ് ഷാൽ ഓൾ ദ നേഷൻസ് ഓഫ് ദ എർത്ത് ബി ബ്ലെസ്ഡ്. നിന്നിൽ ഭൂമിയിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. അതായത് പൗലോസ്ലീഹ തൻ്റെ വെളിപ്പാടുകൾ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടുകൾ പറഞ്ഞിരിക്കുകയാണ്. വേഴ്സ് 16 ഇപ്രകാരം പറയുന്നു, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകയെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്, അത് ക്രിസ്തു തന്നെ. അതായത് അബ്രഹാമിൻ്റെ സന്തതിയായി പിറന്ന യേശു ക്രിസ്തുവിലൂടെ ഭൂമിയിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് ആ വാഗ്ദത്തത്തിൻ്റെ 2-ാമത്തെ തലം, ദ സ്പിരിച്വൽ പ്രോമിസ് ഓഫ് ഗ്രേസ്. ഇതാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത ഇരട്ട വാഗ്ദത്തം, 2-fold പ്രോമിസ്. അതായത് ഗോഡ് ഗേവ് എബ്രഹാം പ്രോമിസസ് ഓഫ് ഫിസിക്കൽ റേസ് ആസ് വെൽ ആസ് സ്പിരിച്വൽ ഗ്രേസ്. ഉൽപ്പത്തി പുസ്തകം തന്നെ അതിൻ്റെ 17-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, അനേക ജാതികളാക്കും. ഇവിടെ ഒരു കാര്യം നാം കാണുന്നത്, ഈ വാഗ്ദത്തം നടപ്പായത് അബ്രഹാമിൻ്റെ അനുസരണവും ദൈവമുമ്പാകെയുള്ള ശരിയായ ജീവിതവും മൂലമായിരുന്നു. അപ്പോൾ എബ്രഹാംസ് ഒബീഡിയൻസ് ആൻഡ് പെർഫെക്റ്റ് ലിവിങ്. ബഹുജാതികൾ അഥവാ മെനി നേഷൻസ് എന്നത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളാണ്, മോർ ദാൻ വൺ നേഷൻ. ഇത് വ്യക്തമായി നാം കാണുന്നത് വേഴ്സ് 6-ലാണ്. അവിടെ പറയുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും എന്ന്. അബ്രഹാമിൻ്റെ ഫിസിക്കൽ ജനറേഷനാണ് അഥവാ മൾട്ടിപ്പിൾ സീഡായ നേഷൻസ് ആണ് ഇത് കാണിക്കുന്നത്. അതായത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പല രാജ്യങ്ങൾ
അതായത് മൾട്ടിപ്പിൾ സീഡ് ആയ നേഷൻസാണ്. ബിഫോർ ക്രിസ്ത്യൻ ഇറ 20-ാം നൂറ്റാണ്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഇക്കാര്യം അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ നാം വേഴ്സ് 8 വായിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമാണ്. ആൻഡ് ഐ വിൽ ഗിവ് അൺടു thee and to thy seed after thee the land wherein thou art a stranger, all the land of Canaan for an everlasting possession, and I will be their God. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാനാണ് ആഗ്രഹിച്ചത്, അല്ലാതെ അവൻ്റെ ദൈവം എന്നല്ല. ഇവിടെ വേഴ്സ് 9-ലും പറയുന്ന അതാണ്. Thy seed after thee in their generation. വേഴ്സ് 8, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം. അങ്ങനെ പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം ബഹുജാതികളുടെ പിതാവായിരിക്കുവാൻ കൊടുത്ത വാഗ്ദത്തം അനേക രാഷ്ട്രങ്ങൾ അവനിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പല മഹത്തായ രാജ്യങ്ങളുടെയും ഭാവി കിടക്കുന്നത് സൃഷ്ടാവായ ഈ നിത്യദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ പുറത്താണ്. ലോകത്തുള്ള രാജ്യങ്ങളുടെ ആ സമൃദ്ധി, എന്തെങ്കിലും നന്മ അവർക്കുണ്ടെങ്കിൽ അത് അബ്രഹാമിനോട് ദൈവം കൊടുത്ത ആ വാഗ്ദത്തത്തിൻ്റെ പുറത്തുള്ള നന്മയാണ്. ബഹുജാതികൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നേഷൻസ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് ലോകമെമ്പാടുമുള്ള യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ പറ്റിയല്ല പറയുന്നത്. അബ്രഹാമിൻ്റെ സന്തതി, അല്ലെങ്കിൽ അത് സിംഗുലറായിട്ട് നാം പറയുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായ യേശുവിൽ കൂടെ, അല്ലെങ്കിൽ ദ വൺ ഡിസെൻഡൻറ്റ് ഓഫ് ഏബ്രഹാം, ആ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരെല്ലാവരും വാഗ്ദത്ത പ്രകാരം അവകാശികളാണ്. അവർ അബ്രഹാമിൻ്റെ ആത്മീയ മക്കളാണ്, സ്പിരിച്വൽ ഡിസെൻഡൻസ്. ഈ ക്രിസ്തു സഭ പല രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെടുന്നില്ലല്ലോ. അതായത് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്ന സഭ അത് വിഭജിക്കപ്പെട്ടിട്ടില്ല. അത് ഏക വിശുദ്ധ സഭയാണ്, യേശുവിൻ്റെ ഗാത്രമാണ്. കൃപയാൽ ദൈവം കൂട്ടിച്ചേർത്തവരാണ് ഈ മണവാട്ടി സഭ. അത് ഇവിടെ വ്യക്തമാക്കുന്നത് ഗ്രേസ് ഈസ് സ്പോക്കൺ ഓഫ് ഹിയർ, അല്ലാതെ റേസിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സഭ രൂപപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ പ്രോമിസാണ്, കൃപയാലാണ് ഇത് സാധ്യമായത്. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച എവിടെയുമുള്ള ഏത് രാജ്യങ്ങളിലുമുള്ള ആൾക്കാർ ഒന്നു ചേരുന്ന ആ സഭ, അതായത് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആ മണവാട്ടിയായി ചേർക്കപ്പെട്ട സഭ, അത് ഏകമാണ്, വിശുദ്ധമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, മണവാട്ടിയാണ്. അപ്പോൾ അക്കാര്യമല്ല അനേക നേഷൻസ് നിന്നിൽ നിന്ന് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അതായത് നമുക്കൊരു പ്രത്യാശയാണ് ലഭിക്കുന്നത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ആ പ്രത്യാശ.
അതിന് ജാതി എന്ന വ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളുടെ ആത്മീയ തലത്തിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. ദ പ്രോമിസ് ഓഫ് ഗ്രേസ്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അതായത് നാം മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിത്യരക്ഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്പിരിച്വൽ പ്രോമിസ് ഓഫ് ഗ്രേസ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ നിസ്സാരമല്ല സഹോദരങ്ങളെ, അത് ചെറുതല്ല. ഡിവൽ പ്രോമിസ്, അത് അൺഇമ്പോർട്ടൻ്റ് അല്ല, അത് ഇൻസിഡൻ്റൽ അല്ല, കാഷ്വൽ അല്ല. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും നന്മയുടെ അടിസ്ഥാനമാണിത്. അതുപോലെ ലോകത്തുള്ള ഏത് മനുഷ്യൻ്റെയും വ്യക്തിപരമായ രക്ഷയ്ക്ക് നിദാനമാണ് ഈ പ്രോമിസ്. അപ്പോൾ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുമ്പോൾ ആ പ്രോമിസിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്? പ്രോമിസ് ഓഫ് ഫിസിക്കൽ റേസ് ആൻഡ് സ്പിരിച്വൽ പ്രോമിസ് ഓഫ് ഗ്രേസ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കേണ്ടതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ഫിസിക്കലായിട്ടുള്ള ആ പ്രോസ്പിരിറ്റി മുഴുവനായും അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ നമ്മുടെ ആത്മരക്ഷ, അതും ദൈവത്തിൻ്റെ ദാനമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. I bless you in Jesus' name. Amen.